ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അതിഗംഭീരമായൊരു അപ്ഡേറ്റ് ആയിട്ടാണ്. നമ്മുടെ ലോക സിനിമ ചാപ്റ്റർ 1 ചന്ദ്ര 267 കോടി കളക്ഷൻ നേടി ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഗ്രോസ് കളക്റ്റഡ് മൂവിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ 242 കോടിയുള്ള നമ്മുടെ എമ്പുരാൻ്റെ റെക്കോർഡും കൂടി പിഴുതെറിഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ കടന്ന കൈയായി പോകുന്നറിയാം. എന്നിരുന്നാലും അതിനെ മറികടന്നിരിക്കുന്നു. എന്തായാലും കല്യാണിക്കും ദുൽഖറിനെയും പിന്നെ നമ്മുടെ സ്വന്തം ഡയറക്ടറായിട്ട് അരുൺ ഡൊമിനിക്കിനും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ജേക്ക് ബിജോയ്ക്കും പിന്നെ നിമിഷ് രവി ക്യാമറാമാൻ എല്ലാവർക്കും എന്താ പറയുക ഇതിനെക്കുറിച്ച് ഓർത്ത് അഹങ്കരിക്കാനും അഭിമാനിക്കാനും ഇനി നാളേക്ക് ഇതുപോലൊരു സിനിമ ഇത്രയും ചെറിയ ബഡ്ജറ്റിലെടുത്ത് ഈ ലോകത്തിന് മുന്നിൽ വിസ്മയിപ്പിക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്ത മലയാള സിനിമയ്ക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ്. എന്തായാലും ഈ സിനിമയോടുകൂടി നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ എക്കാലത്തെയും ഒരു ഫീമെയിൽ ആക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ കൂടിയാണ് ഈ മൂവി. കല്യാണി പ്രിയദർശിനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാം. എന്തായാലും മലയാള സിനിമ എന്നും വിസ്മയിപ്പിക്കുകയാണ്. 30 കോടി എടുത്ത് ഈ 267 കോടി കളക്ഷൻ ചെയ്യണമെങ്കിൽ ആ സിനിമയുടെ എത്ര സ്റ്റഫുണ്ട്, എത്രമാത്രം റിപ്പീറ്റഡ് വാല്യൂ ഉണ്ട്. പിന്നെ ഇതിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു അഭിമാനത്തോടെ ഞാൻ പറയാൻ പറ്റുന്നത് ദുൽഖർ എന്നൊരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ലെന്ന് പലപ്പോഴും നമ്മുടെ ഡയറക്ടറിനെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഒരു എഫേർട്ടിന് വേണ്ടി കൂടുന്ന എല്ലാത്തിനെയും കൂടി എല്ലാ സജ്ജീകരണം എല്ലാ ആവശ്യങ്ങൾക്കും നിറവേറ്റാനായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അദ്ദേഹം വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ പ്രൊഡക്റ്റും ഇത്രയും ക്വാളിറ്റിയും ഇത്രയും നമുക്കൊരു റിപ്പീറ്റഡ് വാച്ചിങ്ങും ഉള്ളൊരു മൂവിയായി മാറിയത്. എന്നാൽ ഈ സിനിമ അതിഗംഭീരമാണ് ഗൈസ്. എന്തായാലും ഇനിയും ഇതിൻ്റെ ജൈത്രയാത്ര തുടർന്ന് വിശ്വസിക്കുന്നു. കാരണം 267 കോടി എത്തിയ സ്ഥിതിക്ക് 300 കോടി എത്താൻ അധികം ദിവസങ്ങളൊന്നുമില്ല. കാരണം ആ സിനിമയുടെ ഒരു വാല്യൂം അതിൻ്റെ ഒരു സ്റ്റഫും അങ്ങനെയുള്ളത് കൊണ്ട് എന്തായാലും മലയാളം ഇനിയും കണ്ട് ഈ സിനിമ വിജയിപ്പിക്കും. എന്നാലും കുറച്ചുകൂടി കഴിഞ്ഞാൽ 300 കോടി കൂടി എത്തട്ടെ എന്ന് ഞാൻ ആശംസിപ്പിക്കുന്നു. എന്തായാലും ഗൈസ്, മലയാളത്തിലെ കാലത്തെയും അടിപൊളി ഒരു ഗ്രോസ് കളക്റ്റഡ് മൂവിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ലോകം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ, സീ യു.